സെഷൻ. നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരു വിദേശി തന്നെയാണ്. നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഗസ്റ്റിനെ പോലെ. പക്ഷെ ആ ഗസ്റ്റ് ഇല്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഗ്രാമർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതമില്ല. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഷയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ പറയണത് എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. ഈ ഗ്രാമറിനെ പലപ്പോഴും നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരു താല്പര്യമില്ലാത്തൊരു ആളായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാരണങ്ങൾ. ഒന്നുകിൽ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഒരു വിരക്തി അല്ലെങ്കിൽ ദേഷ്യം, അത് പഠിക്കാനുള്ള ഒരു താല്പര്യമില്ലായ്ക, അല്ലെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ച ഒരു രീതി, അല്ലെങ്കിൽ ആ പഠിപ്പിച്ച ആളോടുള്ള ദേഷ്യം. ചില കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ടീച്ചറെ ഇഷ്ടമല്ലെങ്കിൽ ആ സബ്ജക്റ്റ് തന്നെ അവർ വെറുത്തു പോകും. അങ്ങനത്തെ 2-3 കാരണങ്ങളാണ് ഗ്രാമറിനോട് നമുക്ക് ദേഷ്യം തോന്നാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഗ്രാമർ പഠിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ട്യൂട്ടോറിയൽ കൂടി ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ സെഷൻ. ഇംഗ്ലീഷ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയുടെ പോലെ തന്നെ ഇംഗ്ലീഷിനും അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഓക്കെ, ദെൻ വി ഷുഡ് നോ 2 ബേസിക് തിങ്സ്. അതെന്തുവാന്ന് വെച്ചാൽ ആക്സിഡൻസ് ആൻഡ് സിൻടാക്സ്. ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റേണൽ ചേഞ്ച്, ഒരു വേർഡിൽ ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഒരു വേർഡ് നോക്കുക, പ്രിപ്പയർ. അതിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കി, പ്രിപ്പയറിംഗ് ആക്കി. അപ്പോൾ ആ വേർഡിൽ തന്നെ ഒരു ഇന്റേണൽ ചേഞ്ച് വന്നു. ഇനി സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേർഡുകൾ പ്രോപ്പറായിട്ട് ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു നല്ല സെന്റൻസ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഗ്രാമർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലാതെ ഒരു ഗ്രാമർ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിലത്തെ എല്ലാ കാര്യങ്ങളും ആ സ്പീച്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ പാർട്സ് ഓഫ് സ്പീച്ച് മീൻസ് ദ നെയിം given to a word based on its job in a sentence. Its job titles. ഒരു വേർഡ് ആ സെന്റൻസിൽ എന്ത് ജോലിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിനൊരു പേര് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പലരും പലതരം ജോലിക്ക് പോകുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ ഡ്രൈവർ എന്ന് വിളിക്കുന്നു, പഠിപ്പിക്കുന്ന ആളെ ടീച്ചർ എന്ന് വിളിക്കുന്നു, നമ്മൾ ചികിത്സിക്കുന്ന ആളെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചില് ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓരോ പേരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ക്രിക്കറ്റ്. അതില് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പൊ ഈ കളിക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ വേർഡാ, പ്ലേ. അപ്പൊ ഈ പ്ലേ എന്നുള്ളത് അവിടുത്തെ വേർബാണ്, അതൊരു പാർട്സ് ഓഫ് സ്പീച്ചാണ്. ഇനി ആരാ കളിക്കുന്നത്? ഞാനാണ് കളിക്കുന്നത്. അപ്പൊ ഞാൻ എന്നുള്ളത് ഐ എന്ന് പറയുന്നത് പ്രോനൗൺ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോ വേർഡിനും അവരെ ആ സെന്റൻസിൽ ചെയ്യുന്ന ഒരു ജോലിക്കനുസരിച്ചിട്ട് എന്തുണ്ട്, അവർക്ക് ഓരോ പേരുകളുണ്ട്. അത് ആ സ്പീച്ചിന്റെ ഓരോ പാർട്ടാണ്. ഓക്കെ, there are 8 kinds of parts of speech. They are noun, pronoun, verb, adjective, adverb, preposition, conjunction and interjection. Then there is an easy way to remember parts of speech because there are 8 kinds of parts of speech. So we should remember it. അതൊരു ഓർഡറിൽ നമ്മൾ റിമെമ്പർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ നിൽക്കണം. അതിന് നമുക്കൊരു ഈസി വേ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും അവരവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. അവിടെ നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ അമ്മാവന്മാരുണ്ട്, നമ്മൾക്ക് വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഈവൻ സെർവന്റ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സ്, എല്ലാവരും കൂടിയിട്ട് ഒരു സമൂഹമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്കൊരു ഫാമിലിയും ഉണ്ട്. നമ്മൾ ആ ഫാമിലിനെ പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് സങ്കല്പിക്കാം. ഇപ്പോൾ സപ്പോസ്
ഹു ഈസ് ദി ഹെഡ് ഓഫ് യുവർ ഫാമിലി? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാദർ ആണ് ഹെഡ് ഓഫ് ദി ഫാമിലി, നമ്മൾ അച്ഛനാണ് ഹെഡ് ഓഫ് ദി ഫാമിലി. അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചില് ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നത് നൗൺ. ലെറ്റ്സ് മൂവ് ഓൺ ടു ഫസ്റ്റ് ടോപ്പിക്, നൗൺ. നൗൺ എന്ന് വെച്ചാൽ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, തിങ്സ്, ആനിമൽസ്, ഫീലിങ്സ്. സോ നൗൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ പേര്, ഒരു പേരാണ്, നാമം. ആളുകളുടെ പേര്, മൃഗങ്ങളുടെ പേര്, എന്തെങ്കിലും സാധനങ്ങളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, പിന്നെ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്. അപ്പൊ ആളുകളുടെ പേര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പേര് ഐ എം മഞ്ജു, അപ്പോൾ അതൊരു നൗണാണ്. ഐ എം ഫ്രം ട്രിച്ചൂർ, ട്രിച്ചൂർ എന്ന് പറയുന്ന എൻ്റെ സിറ്റി, അപ്പോൾ അത് ഒരു നൗണാണ്. ഐ ഹാവ് എ പെറ്റ് ഇൻ മൈ ഹൗസ്, എ ഡോഗ് ഓർ എ പപ്പി ഓർ എ കാറ്റ്. അപ്പോൾ ഡോഗ്, പപ്പി, കാറ്റ് ഇതൊക്കെ നൗണാണ്. എൻ്റെ ഫീലിങ്സ്, ഐ ഫീൽ ആങ്കർ, ഐ ഫീൽ ഹാപ്പി. അപ്പൊ എൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ആങ്കർ ഇതൊക്കെ നൗണാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ടോപ്പിക്, pronoun. It's a word replaces noun. If our father goes away, who will look after our family? Suppose നമ്മളെ ഫാമിലിയിൽ നമുക്കൊരു എൽഡർ ബ്രദർ ഉണ്ടെന്ന് വിചാരിക്കാം. അച്ഛൻ പുറത്തേക്ക് പോയി. അപ്പോൾ അച്ഛൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നൗൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഫാമിലിയാണ്, നമ്മളെ ഫാദറിന്റെ പോലെയാണെന്ന് പറഞ്ഞു. ഇനി ഫാദർ പുറത്തോട്ട് പോകുമ്പോൾ ഒരു എൽഡർ ബ്രദർ ഉണ്ടെങ്കിൽ he will look after our family. His name is pronoun. Got it? For example, Manu went to London. Manu went with his family. Manu is a handsome man. ഇവിടെ ഈ മനു 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 എന്ന് കേൾക്കുമ്പോൾ ദാറ്റ്സ് അൺനാച്ചുറൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുവിന് പകരം നമ്മൾ പ്രോനൗണിനെ വെക്കുന്നത്. അതായത് മനു എന്നുള്ളത് അവിടുത്തെ നൗണാണ്, അതിന് പകരം നമ്മൾ പ്രോനൗൺ ആയിട്ടുള്ള ഹി കൊണ്ടുവരികയാണ്. അപ്പോൾ മനു വെന്റ് ടു ലണ്ടൻ, ഹി വെന്റ് വിത്ത് ഹിസ് ഫാമിലി, ഹീസ് എ വെരി ഹാൻസം മാൻ. അപ്പോൾ നമ്മളവിടെ ഹി എന്ന് ഇൻസ്റ്റെഡ് ഓഫ് മനു വി യൂസ് ദ ഹി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് നൗൺ വി യൂസ് ദ പ്രോനൗൺ. അപ്പോൾ പ്രോനൗൺ ഇങ്ങനെയാണ് ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യുന്നത്. സബ്ജക്ട് പ്രോനൗൺസ് ഉണ്ട്, ഒബ്ജക്ട് പ്രോനൗൺസ് ഉണ്ട്. സബ്ജക്ട് പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുമ്പോൾ എന്താ ഹിസ്, ഹെർ, അസ്, ദെം, ദാറ്റ്, എക്സെട്ര. ഇങ്ങനെ ഒബ്ജക്ട് പ്രോനൗൺസ് ഉണ്ട്. അപ്പൊ ഇതാണ് പ്രോനൗണിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു വേർബ്. വേർബ് ഇസ് ദ എസെൻഷ്യൽ തിങ് ഇൻ ദി ഇംഗ്ലീഷ് ഗ്രാമർ ബിക്കോസ് വി കനോട്ട് ഹാവ് സെന്റൻസസ് വിത്തൗട്ട് വേർബ്. വേർബ് ഇല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ വേർബ് ഇസ് ലൈക്ക് അവർ മദർ. നമ്മളുടെ അമ്മ വീട്ടിലില്ലെങ്കിൽ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പർ വേ കൂടെ നടക്കില്ല. അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്നത്, നമുക്ക് ഭക്ഷണം വെച്ച് തരുന്നു, നമ്മളെ പുറപ്പെടുവിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മയിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പൊ അമ്മയില്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഫാമിലി ആവാത്ത ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ വേർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വേർബ്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഗിറ്റാർ. ഞാൻ എന്താ ചെയ്യുന്നത്? ഐ പ്ലേ ഗിറ്റാർ. പ്ലേ ചെയ്യാണ് ഗിറ്റാർ, അതൊരു ആക്ഷൻ വേർഡാണ്, മൈ ഫിസിക്കൽ ആക്ഷൻ. സോ അല്ലെങ്കിൽ ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കുക, അതൊരു ഫിസിക്കൽ ആക്ഷൻ ആണ്. അപ്പൊ ആ ഫിസിക്കൽ ആക്ഷനെ നമ്മൾ വേർബായിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേർബാണ് അവിടെ ഫിസിക്കൽ ആക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഐ എം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ എം എ ഡോക്ടർ, ഐ എം എ ഡ്രൈവർ. അപ്പൊ ഇവിടെ എൻ്റെ ഒരു സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്, എൻ്റെ ഒരു സിറ്റുവേഷൻ. there are lots of verbs എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ച്, ക്രൈ, ലവ്, സിങ്, ഡാൻസ്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനെയും നമുക്ക് ഒരു വേർബായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ബി വേർബ്സ് ഉണ്ട്, ഈസ്, ആർ, ആം, വാസ്, വർ, ഇതൊക്കെ ബി വേർബ്സിലും പെടുന്ന സംഗതികളാണ്. അപ്പോൾ വേർബ് എന്താണെന്ന് മനസ്സിലായല്ലോ. Then let's move on to our another topic, adjective. Adjective is like the younger daughter of our family.
അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു മകളെ പോലെയാ. ഇപ്പൊ നമ്മൾക്ക് ഒരു വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെപ്പോഴും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ചേട്ടൻ്റെയോ പുറകെ ആയിരിക്കും. ഷീ പ്രൈസസ് ഓൾവേസ് ഹെർ ഫാദർ ഓർ ഹെർ എൽഡർ ബ്രദർ. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, ഭയങ്കര സംഭവമാണ്, ഭയങ്കര ജെന്റിലാണ്, ഭയങ്കര ഹാൻസം ആണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഷീ ഗിവ്സ് അസ് ഇൻഫർമേഷൻ അബൌട്ട് നൗൺ ഓർ pronoun. See, if she says, my father's name is George. He has an amazing big blue sports car. Okay? അപ്പൊ അച്ഛനെ പറ്റി പറയാ അല്ലെങ്കിൽ ചേട്ടനെ പറ്റി പറയാ. ഹി എന്നുള്ളത് പ്രോനൗൺ ആണ്. അത് എൽഡർ ബ്രദറിന്റെ പോലെയാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നതിന്, അതായത് നൗൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തുവാ? എൻ്റെ അച്ഛന് ഒരു എന്തുണ്ട്, അമേസിംഗ് ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാർ ഉണ്ട്. അപ്പൊ കാറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അച്ഛന്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരികയാണ്. അപ്പൊ അവളുടെ ഒപ്പീനിയൻ ആണ് എന്ത്, അഡ്ജക്റ്റീവിന്റെ ഒപ്പീനിയൻ ആണ് അമേസിംഗ് ആണ് കാർ എന്നുള്ളത്. ഓക്കെ, അതിന്റെ സൈസ് ആണ് ബിഗ്, കളർ ആണ് ബ്ലൂ. ഇനി അതിന്റെ ടൈപ്പ് ആണ് സ്പോർട്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ഇൻഫർമേഷൻസും adjective ആണ്. Got it? Yes. Then let's move on to our another topic, adverb. അപ്പൊ ഈ adverbsൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള adverbs ഉണ്ട്. adverb എന്ന് പറയുമ്പോഴേ അത് നമ്മളുടെ യങ്ങർ സൺ ഓഫ് ഫാമിലി, adjective യങ്ങർ ഡോട്ടർ ഓഫ് ദി ഫാമിലി ആയിരുന്നെങ്കിൽ adverb എന്ന് പറയുന്നത് യങ്ങർ സൺ ഓഫ് ദി ഫാമിലി. ഓക്കെ, ഇപ്പൊ ഒരു യങ്ങർ സൺ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ എല്ലായ്പ്പോഴും അമ്മയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. അമ്മ എന്ന് പറയുന്നത് ഇവിടെ വേർബ് ആണ്, അത് മറക്കരുത്. അമ്മ നമ്മുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ ആണ്. അതുപോലെ തന്നെയാണ് വേർബ്. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇംഗ്ലീഷ്. സോ അവൻ അമ്മയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരും. അതായത് adverb gives us information about verb. Okay, for example, ഇപ്പൊ adverb പറയാം, my mother wakes up at 6 o'clock in the morning. Okay, so അമ്മ എപ്പോഴാണ് എഴുന്നേക്കുന്നത്? 6 o'clock. ഇവിടുത്തെ verb എന്ന് പറയുന്നത് എന്തുവാ? wakes. ഓക്കെ, wakes എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്ഷൻ വേർഡ്, അതാണ് അവിടുത്തെ verb. സോ ഇവിടെ wakes up at 6 o'clock, എത്ര മണിക്കാണ് അമ്മ എഴുന്നേൽക്കുന്നത്? അതിന്റെ ആൻസർ ആണ് എന്ത്? 6 o'clock in the morning. When does your mother wake up in the morning? My mother wakes up at 6 o'clock in the morning. അതാണ് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഈ വേക്സ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ആൻസർ കിട്ടാൻ പാകത്തിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെൻ എന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അതിന് നമ്മൾ ടൈം പറഞ്ഞു. അതാണ് adverb of time. മനസ്സിലായോ? Then next one is, അവൻ വീണ്ടും പറയാണ് after that, അതായത് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം, അമ്മ എഴുന്നേറ്റതിന് ശേഷം she will go outside. she will go outside. അവിടുത്തെ verb എന്ന് പറയുന്നത് go എന്നാണ്. എവിടേക്കാ പോകുന്നത്? outside. where will she go? എവിടേക്കാ പോകുന്നത്? she will go outside. ആ outside എന്ന് പറയുന്നത് എന്താ? place. that is adverb of place. ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നത് പാല് എടുത്തുകൊണ്ടുവരാനോ അല്ലെങ്കിൽ പത്രം എടുത്തുകൊണ്ടുവരാനോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അതൊക്കെ എടുത്തിട്ട് വന്നു. ഷീ കുക്സ് സ്ലോലി. അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സാവധാനാണ് കുക്ക് ചെയ്യുക. എന്താന്ന് വെച്ചാൽ എല്ലാതും വളരെ ശ്രദ്ധിച്ച് അച്ഛനും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അമ്മയുടെ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ വളരെ പതുക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. സോ ഷീ കുക്സ് സ്ലോലി. എങ്ങനെയാ കുക്ക് ചെയ്യുന്നത്? സ്ലോലി. ഹൗ ഡസ് ഷീ കുക്ക്? ഷീ കുക്സ് സ്ലോലി. അതൊരു മാനർ ആണ്. adverb of manner. എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? ഓക്കെ, പക്ഷേ while cooking she is extremely happy. ഭയങ്കര ഹാപ്പിയാ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. എന്താ വെച്ചാൽ മക്കൾക്കും ഭർത്താവിനും ഒക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അമ്മമാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീയുടെ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോ എന്താ പറയുന്നത്? ഷീ ഈസ് എക്സ്ട്രീംലി ഹാപ്പി. ഹൗ മച്ച് ഹാപ്പി? എക്സ്ട്രീംലി ഹാപ്പി.
അവിടെ ആഡ്വർബ് ഓഫ് ഡിഗ്രി. ഹൗ മച്ച് ഹാപ്പി ഇസ് ഷീ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇനി പള്ളിയിൽ പോകാറുണ്ട്. ഷീ യൂഷ്വലി ഗോസ് ടു ചർച്ച് എവറി സൺഡേ. എങ്ങനെയാ പോകുന്നത്? യൂഷ്വലി ഗോസ് ടു ചർച്ച് എവറി സൺഡേ. പതിവായി എല്ലാ ഞായറാഴ്ചയും അമ്മ പള്ളിയിൽ പോകാറുണ്ട്. എപ്പോഴൊക്കെ പോവാറുണ്ട്? പതിവായി എല്ലാ ഞായറാഴ്ചയും. പതിവായി, യൂഷ്വലി. ഹൗ ഓഫൺ ഡസ് ഷീ ഗോ ടു ചർച്ച്? ഷീ യൂഷ്വലി ഗോസ് ടു ചർച്ച് എവറി സൺഡേ. അപ്പൊ പതിവായി എന്നുള്ളതാണ് അവിടുത്തെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ഡിഗ്രി, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് കൺജങ്ഷൻസ്. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ കൺജങ്ഷൻസ് ആർ ലൈക്ക് അവർ ഫ്രണ്ട്സ്. ദേ ആർ കണക്റ്റീവ്സ്. നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അതിനല്ലെങ്കിൽ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന്റെ നമ്പർ തന്നു, നമ്മൾ അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ അവരുമായിട്ട് നമുക്ക് പഴയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പരിചയം പുതുക്കി. അപ്പൊ അവിടെ ഒരു കണക്ഷൻ, കണക്റ്റീവ്സ്. കൺജങ്ഷൻസ് ആർ കോൾഡ് കണക്റ്റീവ്സ്. ദേ ആർ ലിങ്കിങ് വേർഡ്സ്. എന്ന് പറയുമ്പോൾ ഒരുപാട് ലിങ്കിങ് വേർഡ്സ് ഉണ്ട്. ഇപ്പൊ സീ ദി എക്സാമ്പിൾ, മാരി ആൻഡ് മോഹൻ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ രണ്ടാളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മേരീനെ പറ്റിയിട്ടും പറഞ്ഞു, മോഹനെ പറ്റിയിട്ടും പറഞ്ഞു. ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ മേരീനെയും മോഹനെയാണ് നമുക്ക് അവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ എന്തുപയോഗിച്ചു? മാരി ആൻഡ് മോഹൻ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ആൻഡ് എന്നുള്ളത് അവിടെ എന്തുവാ? ഒരു കണക്റ്റീവാ. അതാണ് അവിടുത്തെ കൺജങ്ഷൻ. സീ ദി അനദർ എക്സാമ്പിൾ, ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഹി ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. അപ്പൊ അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാം. അപ്പൊ നമുക്ക് ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഹി ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത് ശരിയല്ലല്ലോ എന്ന് തോന്നും. ഇറ്റ് സൗണ്ട്സ് അൺനാച്ചുറൽ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ഹി ക്യാൻ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച്. ഇംഗ്ലീഷിനെയും ഫ്രഞ്ചിനെയും ആണ് നമുക്ക് അവിടെ കണക്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച്. അതുപോലെ തന്നെ ഹി ക്യാൻ സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. He can speak either English or French. He can speak English as well as French. അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാം കണക്റ്റീവ്സ് എന്ന് വെച്ചാൽ ആൻഡ്, ബോത്ത്, ഈതർ ഓർ, നീതർ നോർ, ആസ് വെൽ ആസ് സൂൺ ആസ്, വെൻ, വേർ, ബട്ട്, യെറ്റ്. അത് പറഞ്ഞപ്പോഴാ ബട്ടും യെറ്റും തമ്മിൽ എന്താ പറയാ, വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരേ വീട്ടിൽ നിന്ന് വരുന്ന പോലെയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. യെറ്റും ബട്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് പറയുമ്പോഴാണ് യെറ്റും ബട്ടും അതിൽ യൂസ് ചെയ്യുന്നത്. സീ ദി എക്സാമ്പിൾ, ഐ ലൈക്ക് ചിക്കൻ, ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്, എനിക്ക് ഫിഷ് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? എനിക്ക് ചിക്കൻ ഇഷ്ടമാണ് പക്ഷെ ഫിഷ് അത്ര പോരാ, ഫിഷ് അത്ര ഇഷ്ടമല്ല. അപ്പൊ സോ വി യൂസ് ഹിയർ ഐ ലൈക്ക് ചിക്കൻ ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത കണക്റ്റീവ് ആണ് ബട്ട്. ഓക്കെ, പക്ഷേ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് പ്ലെന്റി ഓഫ് മണി, ഹി ഈസ് അൺഹാപ്പി. അപ്പൊ നമ്മൾ പറയുമ്പോ എന്താ പറയുന്നത്? ധാരാളം പണമുണ്ട് എന്നിട്ടും അവന് സങ്കട, അവൻ ഒട്ടും ഹാപ്പി അല്ല. അത് നമുക്കൊരു സർപ്രൈസാ തരുന്നത് അല്ലെ? ഇത്രയും പണമുണ്ട്, അവന് സന്തോഷമില്ലേ? എന്നിട്ടും നമ്മളൊക്കെ ഒരുപാട് പണം ഉണ്ടെങ്കിൽ അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. അപ്പോ നമ്മൾ ഒരു സർപ്രൈസ് പോലെ പറയുന്നത് ഹി ഹാസ് പ്ലെന്റി ഓഫ് മണി ബട്ട് ഹി ഈസ് അൺഹാപ്പി. അവിടെ ബട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ കൂടുതൽ സൂട്ടായിട്ടുള്ളത് യെറ്റ് എന്നാണ്. ബിക്കോസ് ദിസ് കോൺട്രാസ്റ്റിംഗ് ഐഡിയ ഗിവ്സ് us more surprise. He has plenty of money yet he is unhappy. Okay, see the another example. She is not very smart, people like her. നമ്മൾ പറയാം അത്ര സ്മാർട്ട് ഒന്നുമല്ല എന്നിട്ടും അവളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ഷീസ് നോട്ട് വെരി സ്മാർട്ട് യെറ്റ് പീപ്പിൾ ലൈക്ക് ഹർ. അപ്പോൾ അതുപോലെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് മോർ സർപ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്.
Here are more examples for you. Let's move on to our next topic, that is preposition. Preposition എന്ന് പറയുമ്പോൾ it shows a relationship in time, places and positions. അതായത് ടൈം കാണിക്കുന്നതിന് അല്ലെങ്കിൽ പ്ലേസ് കാണിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കാണിക്കുന്നതിന് നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. പ്രീ പൊസിഷൻ, പൊസിഷന് മുന്നേ പ്രീ പൊസിഷൻ, അങ്ങനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ സീ യു അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ എവിടെയാ? അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ അറ്റ് എന്നുള്ളത് എന്തുവാ? പൊസിഷനാ അല്ലെ, അല്ലെങ്കിൽ ഒരു പ്ലേസ്. എപ്പോഴാണ് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്? ബൈ 4 o'clock ഇൻ ദി ഈവനിങ്. അപ്പോൾ അവിടെ ബൈ 4 o'clock, ആ ബൈ എന്നുള്ളത് ഒരു പ്രപ്പോസിഷനാണ്. അപ്പോൾ അതവിടെ ടൈം കാണിക്കാനായിട്ട് യൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതുപോലെ സമൺ ഇസ് അറ്റ് ദ ഡോർ. ഡോറിൻ്റെ അടുത്ത് ആരോ ഉണ്ട്, ആരോ വന്നിട്ടുണ്ട് പുറത്ത്. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കും. അപ്പോൾ ഡോറിൻ്റെ അവിടെ ആരോ ഉണ്ടെന്ന് കാണിക്കാൻ അറ്റ് ദ ഡോർ, അവിടെ അറ്റ് എന്നുള്ളത് ഉപയോഗിച്ചു. ഓക്കെ. Then there are different kinds of prepositions like in, on, inside, beside, besides, across, above, off, etc. etc. ഇഷ്ടംപോലെ പ്രപ്പോസിഷൻസ് ഉണ്ട്. പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലത്തെ ഒരു മെയ്ഡിന്റെ പോലെയാണ്. ഇപ്പോൾ മെയ്ഡ്, നമ്മൾക്ക് ഇപ്പോൾ പലർക്കും ഈ മെയ്ഡ് അല്ലെങ്കിൽ സെർവൻ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതും മറന്നു പോകുമ്പോൾ ആ മെയ്ഡ് അല്ലെങ്കിൽ ആ സെർവൻ്റ് ആണ് നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ളത്. നമ്മൾ ചോദിക്കുകയാണ്, വേർ ഈസ് മൈ ഇൻസ്ട്രുമെന്റൽ ബോക്സ്? അപ്പോൾ ആൾ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഇൻസൈഡ് ദി കബോർഡ്. എവിടെയാണ്? ഇൻസൈഡ് ദി കബോർഡ്. ഷോസ് പൊസിഷൻ. വേർ ഈസ് മൈ പപ്പി? ഹീസ് അണ്ടർ ദി ടേബിൾ. ടേബിളിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അണ്ടർ ദി ടേബിൾ, ആ അണ്ടർ എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രപ്പോസിഷൻ. മെനി പ്രപ്പോസിഷൻസ് ആർ ദർ. ഹിയർ ആർ മെനി എക്സാമ്പിൾസ് ഫോർ യു. സീ ദിസ്. ഇനി ഈ സീരീസിലെ ലാസ്റ്റ് വൺ ആണ് ഇന്റർജെക്ഷൻസ്. ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് ലൈക്ക് അവർ അങ്കിൾ. ഇപ്പോൾ അങ്കിളിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്തുവാ? അങ്കിൾ വരുമ്പോൾ നമുക്ക് ഹി വിൽ ബ്രിങ് ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ് അല്ലെങ്കിൽ സ്വീറ്റ്സ് എക്സെട്ര. അതുപോലെ ഹി യൂസ് ടു ഗിവ് അസ് പോക്കറ്റ് മണി. ഹി വിൽ സപ്പോർട്ട് അസ് ഓൾവേസ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എപ്പോഴും. അമ്മയുടെ നിന്ന് വഴക്ക് കേൾക്കുമ്പോഴൊക്കെ അങ്കിളായിരിക്കും നമ്മളെ രക്ഷിക്കുക. അതുകൊണ്ട് അങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ സപ്പോസ് അങ്കിൾ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയാണ്, വാവ്, മൈ അങ്കിൾ ഇസ് കമ്മിങ്. ഹേ മാൻ, ഹൗ ആർ യു? അപ്പോൾ അങ്കിളിനെ കണ്ടു, വാവ്, യേ, മൈ അങ്കിൾ ഇസ് കമ്മിങ്. അപ്പോൾ ആ ഒരു സൗണ്ട്സ്, സഡൻ എക്സ്പ്രഷൻസ്, സഡൻ റിയാക്ഷൻ ഓഫ് അവർ ഫീലിംഗ്, അതിനെയാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അങ്കിൾ വന്നു, നമുക്ക് കുറച്ച് ഐസ്ക്രീമും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ചോക്ലേറ്റ്സോ ഒക്കെ കൊണ്ടുവന്നു. നമ്മളതൊക്കെ ആയിട്ട് ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കാല് അവിടെ ടേബിളിൻ്റെ അവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഔച്ച്, ഓപ്സ്. അപ്പോൾ ഈ സൗണ്ട്സ്, അതായത് നമ്മളെ സഡൻ റിയാക്ഷൻ, നമ്മൾ ഒരിക്കലും വാവ് എൻ്റെ കാല് ടേബിളിൽ ഇടിച്ചു അങ്ങനെ ഒരിക്കലും പറയാൻ പോകുന്നില്ല. അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഔച്ച്, ഓപ്സ് എന്നൊക്കെയാണ്. അപ്പൊ ഈ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? സഡൻ റിയാക്ഷൻ ഓഫ് അവർ ഫീലിംഗ് എന്ന് വെച്ചാൽ വാവ്, യേ, ഹേയ്, ഹായ്, ഓപ്സ്, ഔച്ച്, ഇതൊക്കെ ഇന്റർജെക്ഷനിൽ പെടുന്നതാണ്. ലെറ്റ്സ് സം അപ്പ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നുള്ളത് പഠിച്ചു. There are 8 kinds of parts of speech. They are noun, pronoun, verb, adjective, adverb, preposition, conjunction and interjection. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളെ ഫാമിലിനെ പോലെയാണ്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ ഇല്ലെങ്കിൽ ഫാമിലി റൺ ചെയ്യും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു പ്രോപ്പർ വേലായിരിക്കില്ല റൺ ചെയ്യുന്നത്. മനസ്സിലായോ? കേൾക്കുന്നവർക്ക് അവിടെ ഒന്നും മനസ്സിലാവില്ല. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള 8 പാർട്സും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? താങ്ക് യു.